പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം അധ്യായം 11 കർത്താവിൻ്റെ വചനപ്രകാരം പറയുന്നു, അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യരിൽ ഒരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുളി ചെയ്തു, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കണ്ടിട്ടാവണം ക്രിസ്തുവിനരികിലേക്ക് സ്നേഹമാർ നീങ്ങുന്നത്. അവർ അവനോട് പറയുന്നു, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഈശോ, നീ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ടത് ക്രിസ്തുവിൻ തന്നെയാണ്. കാരണം അവൻ ചെയ്തത് അത്രയും പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. അവൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടത്തെ കണ്ടെത്തലായിരുന്നു. പിതാവ് ചെയ്യുന്നത് എന്തെന്ന് പുത്രൻ അറിയുന്നു. പിതാവ് ചെയ്യുന്നത് മാത്രം പുത്രൻ ചെയ്യുന്നു. പ്രാർത്ഥനയുടെ മനോഹാരിത എന്ന് പറയുന്നത് പിതാവിൻ്റെ ഹിതമറിയുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ തിരുഹൃദയ ചൂട് ഞങ്ങളിലേക്ക് ഒഴുക്കിത്തന്ന മനോഹരമായ പ്രാർത്ഥനയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ. കർത്താവെ, ആ ഒരു വിശുദ്ധ പ്രാർത്ഥനയുടെ അർത്ഥം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനും ക്രിസ്തു ജീവിച്ചതുപോലെ, ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാനും ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.